ഇന്നലെ 2 തവണ ആന ഇതിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ആന ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, പകലും അതുപോലെ തന്നെ രാത്രിയും എന്നല്ലാണ്ട് എല്ലാ സമയം ആന ഇറങ്ങുന്നുണ്ട്. ഇന്നലെ ഒരു 9 മണിയോടുകൂടിയിട്ട് ഒരു റൗണ്ട് അടിച്ച് ആന ഇങ്ങനെ പോയി ഈ ഫോറസ്റ്റുകാർ ഈ ഗുണ്ട് പൊട്ടിച്ചിട്ട് അത് തിരിച്ച് അതിലേക്ക് കയറി വീണ്ടും മേളിൽ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അപ്പം മേളിലേക്ക് കയറി പോകാൻ പറ്റുന്നില്ല. അതിന് വീണ്ടും തിരിച്ച് ആ സെയിം വഴി കൂടെ തന്നെ വരുന്നത്. അപ്പൊ ഇന്നലെ രാത്രി ഒരു 12 മണിയോട് കൂടിയിട്ടാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായത്. അപ്പൊ ഇവിടെ എത്തി ഫോറസ്റ്റ് ജീപ്പ് തൊട്ടപ്പുറത്ത് കിടക്കണ്ടായിരുന്നു. അപ്പോൾ ആന ഇങ്ങോട്ട് ഇറങ്ങുന്നു കണ്ടപ്പോൾ തന്നെ ഫോറസ്റ്റ് ജീപ്പ് എടുത്ത് അങ്ങോട്ട് പോയി. പിന്നെ 2 വാച്ചർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാച്ചർമാർ ഒരാൾ നേരെ അങ്ങോട്ട് ഓടി, മറ്റേ ബീച്ചേട്ടനാണ് അപകടം പറ്റി ബീച്ചേട്ടൻ ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പൊ തന്നെ ആന പിന്നാലെ തന്നെ ചിഹ്നം വിളിച്ച് വരികയും ആ ബീച്ചേട്ടനെ ഇവിടുന്ന് ഇങ്ങോട്ട് തട്ടിയിട്ടു. നേരെ ആളിങ്ങോട്ട് മറിഞ്ഞു വീഴുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കുത്ത് ആ ഭിത്തിയിലേക്കാണ് കുത്തിയത്. അപ്പൊ തൊട്ടടുത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, ഈ പോസ്റ്റിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഞാനും എൻ്റെ ഒരു 2 കൂട്ടുകാരന്മാരും കൂടി ലൈറ്റും അടിച്ച് ബഹളവും ഒച്ചയും കൂട്ടി, നല്ലപോലെ ബഹളവും കൂട്ടി ലൈറ്റും ഇട്ട് അടിച്ചിങ്ങനെ കാണിച്ചു. അപ്പോഴേക്കും ജസ്റ്റ് ഇവിടെ ഇട്ടിട്ടൊന്ന് വിരകി ഇങ്ങനെ കയ്യും കാലും ഇട്ട് കുത്തി ഇങ്ങനെ കാണിച്ചിട്ട് ഒരു ചപ്പും പറിച്ച് വലിച്ചെറിഞ്ഞിട്ട് ഇവിടെ ഫീന്ന് പറഞ്ഞ ഒറ്റ പോക്ക, ചിഹ്നം വിളിച്ചൊരു ഒറ്റ പോക്ക പോയത്. അത് കഴിഞ്ഞിട്ട് തന്നെ ഓടി വന്ന് ഞാൻ ചോദിച്ചു, എന്താ പറ്റി ബീച്ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ച് ആളെ എടുത്ത് എഴുന്നേക്കാൻ പറ്റുന്ന ആൾക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ എഴുതിക്കുക, എന്നെ ഒന്ന് പിടിക്കുമെന്ന് ചോദിച്ചു. ആ പിടിച്ച് വേഗം തോളത്തേക്ക് കയറ്റി കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഫോറസ്റ്റ് ജീപ്പ് അവിടെ നിന്ന് ലൈറ്റ് അടിച്ച് കാണിച്ചു കൊടുത്തു. വേഗം ആളെ തട്ടിയിട്ടുണ്ട്, ആളെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. വേഗം ഫോറസ്റ്റ് ജീപ്പ് വന്ന് വേഗം അതിനകത്ത് ഞങ്ങൾ എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ കയറ്റി ജീപ്പിനകത്ത് കയറ്റിയിട്ട് അവർ നേരെ അങ്ങോട്ട് പോവുകയാണ് ഇന്നലെ ഉണ്ടായത്.